പ്രിയ സുഹൃത്തുക്കളെ, ബിയോണ്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ അടുത്ത എപ്പിസോഡ് നമ്മളിപ്പോൾ സീഡ് സീരീസാണല്ലോ കണ്ടിന്യൂ ചെയ്യണത്. അപ്പോൾ ചിയ ഇട്ടു, ഫ്ലാക്സ് ഇട്ടു, സബ്ജ ഇട്ടു. ഇനി നമ്മൾ ഇന്ന് ചെയ്യണത് പംകിൻ സീഡ്സാണ്. പംകിൻ നമ്മൾ സാധാരണ വിളിക്കും മത്തങ്ങ അല്ലെങ്കിൽ മത്തൻ. ഇതിൻ്റെ ശാസ്ത്രീയ നാമം കുക്കർബിറ്റ പെപ്പോ. കുക്കർബിറ്റേസി ഫാമിലിയാണ്. ഈ കുക്കർബിറ്റേസി ഫാമിലിയുടെ വേറെ പേരാണ് ഗോർഡ് ഫാമിലി, GOURD, ഗോർഡ് ഫാമിലി. ഈ കുടുംബത്തിൽ തന്നെയാണ് നമ്മുടെ വാട്ടർമെലോൺ, തണ്ണിമത്തൻ, ബിറ്റർ ഗോഡ്, പാവയ്ക്ക അല്ലെങ്കിൽ കയ്പ്പയ്ക്ക, ലുഫ, പീച്ചിങ്ങ, ഇതൊക്കെ ഈ കുടുംബത്തിൽ തന്നെയാണ് വരുന്നത്. ഈ കുക്കർബിറ്റേസിയിലാണ്. ഈ ചെടികൾക്ക് വളരാനായിട്ട് ഒരു വാം ക്ലൈമറ്റ് വേണം. ഒരു 18 തൊട്ട് 30 ഡിഗ്രി ടെമ്പറേച്ചർ വരെ വേണം സാധാരണയിലേക്ക്. ഈ മത്തങ്ങ അല്ലെങ്കിൽ മത്തൻ ഒരു ഹെർബാണ്, നിലത്ത് കൂടെ പടർന്ന് പോണ ചെടിയാണ്. ഇത് മത്തൻ നമ്മൾ അതിൻ്റെ സോഫ്റ്റ് പാർട്ട് പല കറികൾക്കും വയ്ക്കും. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സീഡ്സാണ്. ഇതിൻ്റെ സീഡ്സും എഡിബിളാണ്. സാധാരണ റോസ്റ്റഡ് ആയിട്ടുള്ള സീഡ്സാണ് ഉപയോഗിക്കുക, പംകിൻ സീഡ്സ്. ഇനി ഇതിൻ്റെ ന്യൂട്രിയൻ ഡിനോമിനേഷൻ ആദ്യം പറയാം. ജനറലായിട്ടാണ്, ചെറിയ വേരിയേഷൻസ് വരും. ഇതിൽ ഇപ്പോൾ 100 ഗ്രാം ഡ്രൈ അല്ലെങ്കിൽ റോ സീഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഒരു 400-450 തൊട്ട് ഒരു 500 വരെ കിലോ കാലറിയാണ് കിട്ടുക. ഒരു 15 തൊട്ട് 25 ഗ്രാം വരെ പ്രോട്ടീൻ ഉണ്ടാവും. 15 തൊട്ട് ഒരു 45 ഗ്രാം വരെ ഫാറ്റ് ഉണ്ടാവും. ഫാറ്റ് എന്ന് പറയുമ്പോൾ ഓർക്കുക, റിച്ച് ഇൻ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. പിന്നെ മിനറൽസ് ഉണ്ട്, മെഗ്നീഷ്യം, സിങ്ക്, അതുപോലെ തന്നെ ഫോസ്ഫറസ്, മാഗ്നീസ്, ഈ പോലെ തന്നെ ഫൈബേഴ്സ് ഇതിലുണ്ട്. എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ട്. ഇനി 10 തൊട്ട് 50 വരെ കാർബോഹൈഡ്രേറ്റ് ഗ്രാമാണ് പറയണത്. 5 തൊട്ട് 15 വരെ ഡയറ്ററി ഫൈബേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ 1 തൊട്ട് 2 വരെ ഷുഗറും ഉണ്ട്. ഇതിൽ വിറ്റാമിൻസ് ഉണ്ട്. മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണത് വിറ്റാമിൻ ബി കോംപ്ലക്സ് ആണ്. കുറച്ച് സിയും ഉണ്ട്. ഇനി ഇത് എങ്ങനെ കഴിക്കണം, എത്ര കഴിക്കണം, എങ്ങനെയാണ് ഇത് കഴിക്കേണ്ട മെത്തേഡ്സ്, എന്തൊക്കെയാണ് ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ്, ഇത് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ദറ്റ് ഈസ് പംകിൻ. ഇതാണ് നമ്മുടെ മത്തങ്ങ. ഇത് അതിൻ്റെ സീഡ്സ്. ഇതിനെക്കുറിച്ചാണ് ഇനി അടുത്ത എപ്പിസോഡിൽ ഇത് എത്ര കഴിക്കണം, എങ്ങനെയാണ് കഴിക്കേണ്ടത്, ആർക്കൊക്കെ കഴിക്കാം, ഈ കാര്യങ്ങൾ പറയുന്നതിൻ്റെ മെച്ചമൊക്കെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാൻ നിർത്തട്ടെ. ദറ്റ് ഈസ് പംകിൻ സീഡ്സ്. സോ ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിർത്തട്ടെ. ടേക്ക് കെയർ. ബൈ. താങ്ക് യു.